അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൂടെ കൂട്ടി MDMA കച്ചവടം നടത്തി വന്നിരുന്ന യുവതിയെ എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പ് മകളുമൊത്ത് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നിന്നുമാണ് ഈ MDMA എത്തിച്ചത്. സാധനം കൊടുക്കുന്നു, വീണ്ടും പോകുന്നു വരുന്നു. ചിലപ്പോൾ ഇവിടെ എടുക്കും, അല്ലെങ്കിൽ മാരുടെ എടുക്കും. അത് അവർ ഓരോ സ്ഥലത്തും മാറി മാറിയാണ് ചെയ്യാറ്. അവരെല്ലാം ഇത് യൂസ് ചെയ്തവരാണ്. ഇവർ 2-3 വർഷം കൊണ്ട് ഇതിൻ്റെ പരിപാടി നടത്തുന്നവർ. അങ്ങനെയാണ് അവർക്ക് ഇവരുടെ ജോലി മനസ്സിലാകുന്നത്. ഈ ഒറ്റ രാത്രി കൊണ്ട് 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ 90 ഗ്രാം MDMA പിന്നീട് 25 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമസ്കാരം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൂടെ കൂട്ടി MDMA കച്ചവടം നടത്തി വന്നിരുന്ന യുവതിയെ എറണാകുളം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ അറസ്റ്റ് നടന്നത്. പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള ജോയിയുടെ മകൾ ലിജിയ മേരി ജോയി എന്ന 34 വയസ്സുകാരിയാണ് വൈറ്റിലേക്ക് സമീപത്തുള്ള ഈ കാണുന്ന ഓവൽ റിട്രീറ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 202-ാം റൂമിലായിരുന്നു ഇവർ ഇടപാട് നടത്തുവാനായി തങ്ങിയത്. ഇവരുടെ ഒപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമുണ്ടായിരുന്നു. കൂടെ ഇത് വാങ്ങുവാനായി എത്തിയ 2 യുവാക്കളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചമ്പക്കര സ്വദേശിയായിട്ടുള്ള വിഷ്ണു പ്രഹ്ലാദൻ 26 വയസ്സ്, മരട് സ്വദേശിയായിട്ടുള്ള സജിത്ത് ഷാജൻ 29 വയസ്സ്. ഈ 2 യുവാക്കളെയും ഈ യുവതിക്കൊപ്പം പിടികൂടിയിട്ടുണ്ട്. ഇവർ ഒരാഴ്ചയ്ക്ക് മുമ്പ് മകളുമൊത്ത് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നിന്നുമാണ് ഈ MDMA എത്തിച്ചത്. 25 ഗ്രാമോളം MDMA ആണ് ഇവരുടെ പക്കൽ നിന്നും എക്സൈസ് കണ്ടെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഈ യുവതിയെ ഏറെ നാളായി നിരീക്ഷിക്കുകയായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇവർ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങി നേരെ ഇവിടെ എത്തി റൂമെടുത്തതിന് ശേഷമാണ് ഈ 2 യുവാക്കളായിട്ട് വിഷ്ണുവും അതുപോലെ തന്നെ സജിത്ത് ഷാജൻ ഇവർ 2 പേരും കൂടി ഇവിടെ എത്തുന്നു. തൊട്ട് പിന്നാലെ തന്നെ എക്സൈസും ഇവിടേക്ക് എത്തുകയായിരുന്നു. എക്സൈസ് വന്ന് നോക്കുമ്പോൾ 2 പാക്കറ്റുകളായിട്ടാണ് ഈ MDMA സൂക്ഷിച്ചിരുന്നത്. ഇവർ സ്ഥിരമായി ബംഗളൂരുവിൽ നിന്നാണ് ഈ MDMA എത്തിക്കുന്നത് എന്നാണ് എക്സൈസിന് വിവരം ലഭിച്ചത്. എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രമോദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അറസ്റ്റ് നടത്തിയത്. ഈ അറസ്റ്റിന് തൊട്ട് പിന്നാലെ തന്നെ ഇവർ വെളുപ്പിനെ 5 മണിയോടുകൂടി തന്നെ അങ്കമാലിയിലേക്ക് പോയി അവിടെ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 90 ഗ്രാമോളം MDMA ആണ് അങ്കമാലിയിൽ നിന്നും പിടിച്ചെടുത്തത്. എഡ്വിൻ എന്ന യുവാവിനെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒറ്റ രാത്രി കൊണ്ട് 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ 90 ഗ്രാം MDMA പിന്നീട് 25 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലിജിയ ഡിവോഴ്സാണ് എന്നാണ് പറയുന്നത്. ഇവർക്ക് മറ്റ് ജോലികളൊന്നുമില്ല. ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മകളുമായി കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല എന്നുള്ള കാര്യമാണ് കുട്ടി പറഞ്ഞത്. അമ്മയ്ക്കൊപ്പം പോയിട്ട് ഇവിടെ വന്ന് റൂമെടുത്തതാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തതെന്നാണ് ഈ ലിജിയ മേരി ജോയിയുടെ മകൾ നമ്മളോട് സംസാരിച്ചത്. പിന്നീട് ഈ അറസ്റ്റിന് ശേഷം ഈ കുട്ടിയെ യൂബർ ടാക്സി വിളിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ അടക്കം ഒപ്പം പോയി ആ കുട്ടിയെ സുരക്ഷിതമായി അവളുടെ എത്തിച്ചതിന് ശേഷം പിന്നീട് വീട്ടുകാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. എന്തായാലും വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇത്തരത്തിൽ ഈ MDMA ഇവിടെ നിന്നും പിടിച്ചത്. 202-ാം റൂമിൽ ഇവർ വന്ന് റൂമെടുക്കുകയായിരുന്നു. എന്തായാലും എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പറയുന്നത് കൂടി കേൾക്കാം. രഹസ്യവിവരത്തെ തുടർന്ന് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ തൈക്കുടം ഓവൽ റിട്രീറ്റ് എന്ന ലോഡ്ജിലെ 202-ാം റൂമിൽ നടത്തിയ പരിശോധനയിൽ 24.something ഗ്രാം MDMA പള്ളുരുത്തി സ്വദേശിനിയായ ലിജിയ, മരട് സ്വദേശികളായ വിഷ്ണു, സജിത്ത് എന്നിവരെ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തുടർ നടപടി കേസുകളെല്ലാം റെഡിയാക്കി നാളെ കോടതി ഹാജരാക്കും. ഇതിൽ 3 പേര് കുറച്ച് നാളുകൊണ്ട് നമ്മുടെ ഒരു ഇതിലാണ്. അപ്പം ലിജിയെ ബാംഗ്ലൂർ അങ്ങോട്ട് പോയിട്ട് കൊണ്ടുവന്ന വഴി
എന്ന് വിളിച്ചതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ അവരെക്കുറിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റൂ. വിജയ് ജോലിക്ക് പോകുന്നതല്ല, വിജയ് ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പോകുന്നു, വരുന്നു, സാധനം കൊടുക്കുന്നു, വീണ്ടും പോകുന്നു, വരുന്നു. ഫേസ് ചെയ്തത് നമുക്ക് ഇപ്പം ഒരു വിവരം കിട്ടിയതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഓഫീസറെ വിരുദ്ധത്തിൽ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്നൊരു വിവരം കിട്ടിയായിരുന്നു. ഈ പയ്യന്മാരും അവരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇവിടെ എടുക്കും, അല്ലെങ്കിൽ മാരുടെ എടുക്കും. അത് അവർ ഓരോ സ്ഥലത്തും മാറി മാറിയാണ് ചെയ്യാറ്. ഇവർക്ക് ഇവിടെ പിടിക്കുന്നത് ആദ്യമായിട്ട് അവർ കൃത്യമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നവരാണ്. ഇതിൽ 2-3 വർഷം കൊണ്ട് ഇതിൻ്റെ പരിപാടി നടത്തുന്നവർ. അങ്ങനെയാണ് നമുക്ക് ഇവരുടെ ജോലി ചെയ്യുന്നത് മനസ്സിലാകുന്നത്. കൂടുതൽ ജോലി ചെയ്താലേ ബാക്കി കാര്യങ്ങൾ വിലയിരുത്തും. എന്തായാലും എറണാകുളം ജില്ലയിൽ ഇങ്ങനെ നിരന്തരമായിട്ട് എക്സൈസും പോലീസും ഈ ലഹരി പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ഇവരെയൊക്കെ വെട്ടിച്ചും ഇപ്പോഴും നിർബാധം ഇത്തരത്തിൽ ലഹരി മരുന്ന് വിൽപ്പനയും ഉപയോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എക്സൈസും ഇത് തടയിടുവാനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ റെയ്ഡും ഉണ്ടായത്. കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.